സോ ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ എല്ലാം പേരിട്ടാൽ ഞാനൊരു ആപ്പിനകത്ത് ടീം ഉണ്ടാക്കുമ്പോൾ എല്ലാവരെയും കയറ്റുമെന്ന്. 29 പേരെന്നാണ് പറഞ്ഞത്. നമുക്ക് 99ഓളം ആൾക്കാരുടെ പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്ന് ലൈക്ക് കൂടിയ 29 പേര് നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്കുള്ളത് അക്ഷയ്ക്കാണ്. വെൽ ഡൺ ബ്രദർ. പിന്നെ ഞാൻ ഓർത്തത് ഇത്രയും പേര് കമൻറ്റ് ഇട്ടു. അങ്ങനെ ആരും നമ്മൾ ഒഴിവാക്കുന്നില്ല. 2 ടീം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഒരു ടീമിൽ ഞാനും ഒരു ടീമിൽ ടോമും ഉണ്ടാവും. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് സ്ട്രേജൻ വാരിയേഴ്സിൻ്റെ സ്ക്വാഡ്. ഇവന്മാരെല്ലാം നമ്മുടെ ടീമിലുള്ളതാണ്. നിങ്ങളൊക്കെ ഇതിൻ്റെ അത് കാണും. പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ പേരുണ്ടോ എന്ന്. അടുത്ത ടീം ഇതാണ്. മറ്റേ ടീം അതിൻ്റെ പേര് ജീറ്റോ സെസ് എന്നാണ്. ടോമാണ് ക്യാപ്റ്റൻ. ഇത് ഏതോ ബ്രോ കമൻറ്റ് ഇട്ടാണ് ആ പേര്. അപ്പോൾ സീസണിലെ ടേബിൾ ഞാൻ കാണിക്കാം. അങ്ങനെ 5ാം സ്ഥാനത്ത് ജീറ്റോ സെസ് കയറി. സ്ട്രേജൻ എവിടെ? കുഴപ്പമില്ല, 10ാം സ്ഥാനത്ത് കയറി നമ്മൾ റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ആയി. ജെറ്റോസ് എഫ് സി പഞ്ചാബിനെ 4-2 തോപ്പിച്ച്. സ്ട്രേജൻ ചെന്നൈ സിറ്റിനെ 7-4 തോപ്പിച്ച്. ക്വാർട്ടർ ഫൈനലിൽ സ്ട്രേജൻ മുഹമ്മദിനെ 8-6 തോപ്പിച്ചു. ജെറ്റോസ് ബംഗളൂരിനെ ഷൂട്ടൗട്ട് 5-3 തോപ്പിച്ചു. പക്ഷേ സെമി ഫൈനലിൽ ലാജോങ്ങിനോട് ജെറ്റോസ് തോറ്റു. സ്ട്രേജൻ ജയിച്ചോ? സ്ട്രേജിന് ഷൂട്ടൗട്ട് 4-2 തോറ്റ്. അടിപൊളി. എന്നായാലും ഫൈനലിൽ ജയിച്ച ഹൈദരാബാദിന് ടോപ്പ് സ്കോറേഴ്സിനെ കാണിക്കാം. നമ്മുടെ ടീമിൽ നിന്നും ഒരുത്തനെയും ടോപ്പ് 10 കാണാനില്ല. കുറേ പോയപ്പോൾ 49ാമത് ജിൻഡോ 10, പിന്നെ 59ാമത് കാണുന്ന വേറെ ടീമാട്ടോ പണ്ടുണ്ടാക്കിയത്. പിന്നെ അങ്ങ് ആദർശ് സുനിൽ 9, അഖിൽ 8, ജിൻസ് 7, ഷാഹിദ് KSD 7, ലിയാൻ 8, ജെറോൺ 4, ടോമി N 4, ആദർശ് സുനിൽ 4. അപ്പോൾ ഇനി ഈ ടീമിനെ മറ്റുള്ള രാജ്യത്തുള്ള ടീമുകളായിട്ട് കളിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ പരിപാടിയിൽ കുറേ പേര് ഗോളൊന്നും അടിച്ചില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അടുത്ത ദിവസം പറ്റും. അതുകൊണ്ട് യേസ് എന്ന കമൻറ്റ് ഇട്ടാൽ മാത്രം നമ്മൾ ചെയ്യും. പിന്നെ ഈ വീഡിയോയ്ക്ക് 120 ലൈക്കും. ലെറ്റ്സ് ഗോ.